ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് യശ് പ്രധാന കഥാപാത്രമായി എത്തുന്ന സിനിമയാണ് ടോക്സിക്. യശിനെ കൂടാതെ വമ്പൻ താരങ്ങൾ ഈ സിനിമയിലുണ്ട്. എന്നാൽ സിനിമയുടേതായി പുറത്തെത്തിയ ആദ്യ വീഡിയോ മുതൽ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ക്യാരക്ടർ റിവീലിംഗ് വീഡിയോ വരെ നോക്കിയാൽ അവിടെ വിവാദങ്ങളും കാണാൻ സാധിക്കും. കസബ് സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ മമ്മൂട്ടിയുടെ ഒരു രംഗം ഏറെ വിവാദമായിരുന്നു. ആ സിനിമയിലെ സ്ത്രീ ബിരുദത തുറന്നു പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഗീതു മോഹൻദാസും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതേ ഗീതു മോഹൻദാസ് ടോക്സിക് എന്ന സിനിമയിലും സ്ത്രീ ബിരുദത തന്നെയല്ലേ കാണിച്ചിരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. പ്രധാനമായും ടീസറിൽ നായകനായി യശിനെ അവതരിപ്പിച്ചതും അതിനായി സ്ത്രീ കഥാപാത്രത്തെ ഉപയോഗിച്ച രീതിയുമാണ് വിമർശിക്കപ്പെട്ടത്. ടീസറിലെ രംഗങ്ങൾ സ്ത്രീ ബിരുദത നിറഞ്ഞതാണെന്നാണ് കമന്റ് ചെയ്യുന്നവരും ഒരുപാടാണ്. എന്നാൽ കസബിയെയും ടോക്സിക്കിനെയും ഒരേ രീതിയിൽ നോക്കിക്കാണാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. ഇപ്പോഴിതാ ടോക്സിക്കിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടി എന്നോണം ഒരു ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ഗീതു മോഹൻദാസ്. നടി റീമ കല്ലിങ്കിൽ പങ്കുവച്ച ഒരു റീലിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടാണ് ഗീതു പങ്കുവച്ചത്. സ്ത്രീകളുടെ സന്തോഷത്തെയും കൺസെന്റിനെയും കുറിച്ച് നാട്ടുകാരൊക്കെ തലപുകഞ്ഞാലോചിക്കട്ടെ. അവർ എങ്ങനെ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നു എന്നും അവർ ആലോചിക്കട്ടെ. ഞാൻ ഇവിടെ ചിൽ ചെയ്യുന്നു എന്നാണ് ഗീതുവിന്റെ സ്ക്രീൻഷോട്ടിലെ എഴുത്ത്. സ്ത്രീ ശരീരങ്ങളെ വിൽപ്പനച്ചരക്കായി തന്നെ ഗീതു മോഹൻദാസും അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ടീസറിന് നേരെ ഉയരുന്ന വിമർശനം. മാസ് ആക്ഷൻ സിനിമകളിൽ നായകനെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സീനുകൾ തന്നെ ഗീതു മോഹൻദാസും പയറ്റിയിരിക്കുന്നു എന്നാണ് വിമർശിക്കുന്നവർ പറയുന്നത്. ഗീതു മോഹൻദാസിൽ നിന്നും ഇത്തരമൊരു സിനിമയല്ല പ്രതീക്ഷിച്ചതെന്നും കമന്റുകൾ ഉയരുന്നുണ്ട്. സന്ദീപ് റെഡ്ഡി വാങ്ക സിനിമയുടെ ടീസർ പോലെ തോന്നുന്നുവെന്നും കമന്റുകളുണ്ട്. സിനിമയിലെ സ്ത്രീവിരുദ്ധ ആഖ്യാനങ്ങൾക്കെതിരെ സംവിധായിക നേരത്തെ സ്വീകരിച്ച നിലപാടുകൾ കൂടി ചിലർ എടുത്തു പറയുന്നു. എന്നാൽ ടീസറിനെ അനുകൂലിച്ചും ചിലർ രംഗത്തെത്തി. സിനിമ ഇറങ്ങിയതിനു ശേഷം വിമർശിക്കുന്നതാണ് നല്ലതെന്നും കഥാപാത്രത്തിന്റെ രീതികളെ ഗ്ലോറിഫൈ ചെയ്യാത്തിടത്തോളം കുഴപ്പമൊന്നുമില്ല എന്നുമാണ് കമന്റുകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയിലെ 5 നായികമാരുടെ ക്യാരക്ടർ പോസ്റ്ററുകളും പുറത്തു വന്നിരുന്നു. ശക്തരായ കഥാപാത്രങ്ങളാകും ഓരോരുത്തരുടേതും എന്ന സൂചനകളാണ് പോസ്റ്ററുകളും ഇവരെ അവതരിപ്പിച്ചുകൊണ്ട് ഗീതു മോഹൻദാസ് എഴുതിയ കുറിപ്പും നൽകിയത്. ഗീതുവിന്റെ മുൻ സിനിമകളെ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ടോക്സിക് സ്ത്രീവിരുദ്ധം നിറഞ്ഞ ചിത്രമാകാൻ സാധ്യതയില്ലെന്നാണ് ചിലരുടെ അഭിപ്രായം. സിനിമ ഇറങ്ങിയ ശേഷമാകാം വിമർശനങ്ങൾ എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാർച്ച് 19-നാണ് ടോക്സിക് തിയേറ്ററുകളിലെത്തുക. സിനിമ ഒരേ സമയം കന്നഡയിലും ഇംഗ്ലീഷിലുമാണ് ഒരുങ്ങുന്നത്. ടോക്സിക് പറയുന്ന കഥയ്ക്ക് ആഗോള സ്വഭാവമുള്ളതിനാൽ ഇതൊരു പാൻ വേൾഡ് സിനിമയായാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ഇതിനാലാണ് കന്നഡയിലും ഇംഗ്ലീഷിലും ഒരേ സമയം ചിത്രീകരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്ക് സിനിമ ഡബ് ചെയ്യുമെന്ന വിവരവുമുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.